അടേ, അടുത്തതേത് കഥയാ? 100 വർഷം ഉറങ്ങിക്കൊണ്ടേയിരുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. 100 വർഷമോ? കേൾക്കാൻ തന്നെ നല്ല രസമുണ്ട്. പണ്ട് പണ്ട് ഒരു ഉദാരനായ രാജാവ് ഒരു രാജ്യം ഭരിച്ചിരുന്നു. രാജാവിനും രാജ്ഞിക്കും ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ ജനിച്ചപ്പോൾ അവർ സന്തോഷഭരിതരായി. അതുകൊണ്ട് രാജ്യത്തൊരു വലിയ വിരുന്നൊരുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. അവർ അവൾക്ക് റോസമണ്ട് എന്ന് പേരിട്ടു. നമുക്ക് ഈ അവസരം നമ്മുടെ രാജ്യത്ത് ഭംഗിയായി ആഘോഷിക്കണം. അതെ, നമ്മുടെ രാജ്യത്തെ എല്ലാവരെയും വിരുന്നിന് ക്ഷണിക്കണം, കൂടാതെ എല്ലാ ദേവതമാരെയും. ആ രാജ്യത്ത് 13 ദേവതമാരുണ്ടായിരുന്നു. പക്ഷേ രാജാവും രാജ്ഞിയും 12 ദേവതമാരെ വിരുന്നിന് ക്ഷണിച്ചു. 13ാമത്തെ ദേവതയെ അവർ മറന്നു. അതായിരുന്നു അവർ ചെയ്യാൻ പാടില്ലാത്തത്. വിരുന്ന് സൽക്കാരത്തിന്റെ അന്ന് എല്ലാ ദേവതകളും കുഞ്ഞിന്റെ തൊട്ടിലിനരികിൽ നിന്നുകൊണ്ട് ഓരോരുത്തരും ഓരോ അനുഗ്രഹങ്ങൾ നൽകി. ഇവൾ സുന്ദരിയായിരിക്കട്ടെ, എന്നെന്നും സന്തോഷവതിയായിരിക്കട്ടെ. അങ്ങനെ തുടർന്നു. 12ാമത്തെ ദേവത തന്റെ അനുഗ്രഹം നൽകാനായി എത്തിയപ്പോൾ 13ാമത്തെ ദേവത മോദ്ര അവിടെ എത്തി. അവളെ വിരുന്നിന് ക്ഷണിക്കാത്തതിൽ വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു. നിങ്ങൾ എന്നെ നിന്ദിച്ചു, അതിന് നിങ്ങൾ അനുഭവിക്കണം. ഇതാ നിങ്ങളുടെ സുന്ദരിയായ മകൾക്കുള്ള എന്റെ സമ്മാനം. ഇവൾക്ക് 16 വയസ്സ് തികയുമ്പോൾ ഇവളുടെ വിരൽ തക്ലിയിൽ കുത്തി ഇവൾ മരിച്ചു പോകട്ടെ. എന്നിട്ട് മോദ്ര അപ്രത്യക്ഷയായി. രാജ്യം മുഴുവൻ ദുഃഖത്തിലാണ്ടു. പാവം എന്റെ കുട്ടി. എനിക്ക് ആ ദുഷ്ടദേവതയുടെ മന്ത്രശക്തിയെ പൂർണ്ണമായി മാറ്റാനുള്ള ശക്തിയില്ല. പക്ഷേ രാജകുമാരിയുടെ വിരൽ തക്ലിയിൽ കുത്തിയാലും അവൾ മരിക്കില്ല. അവളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഒരു രാജകുമാരൻ അവളെ കാണുന്നതുവരെ അവൾ ആഴ്ന്ന നിദ്രയിലായിരിക്കും. രാജാവും രാജ്ഞിയും ആ ദേവതയുടെ കാരുണ്യത്തിനായി നന്ദി പറഞ്ഞു. കാവൽക്കാരെ, ഈ രാജ്യത്ത് സൂചിയോ നൂൽ നൂൽക്കുന്ന യന്ത്രമോ അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ എല്ലാ തക്ലിയും നൂൽ നൂൽക്കുന്ന യന്ത്രവും ആ രാജ്യത്തു നിന്ന് എടുത്തു മാറ്റപ്പെട്ട് അഗ്നിക്കിരയാക്കി. പിന്നീട് അവർ കരുതി തങ്ങളുടെ മകൾ സുരക്ഷിതയാണെന്ന്. വർഷങ്ങൾ കടന്നുപോയി. ദേവതകൾ പറഞ്ഞതുപോലെ റോസമണ്ട് വളർന്നു സുന്ദരിയായ ഒരു പെൺകുട്ടിയായി. അവൾ അതിമനോഹരിയായിരുന്നു, സ്നേഹവതി, എല്ലാ കാര്യങ്ങളിലും നിപുണയുമായിരുന്നു. 16ാമത്തെ പിറന്നാൾ ദിവസം റോസമണ്ട് കൊട്ടാരത്തിലൂടെ ചുറ്റി നടന്ന് കൊട്ടാര ഗോപുരത്തിലുള്ള ഒരു ചെറിയ മുറിയിലെത്തിച്ചേർന്നു. അവിടെ ഒരു വൃദ്ധ നൂൽ നൂൽക്കുന്ന യന്ത്രവുമായി ഇരിപ്പുണ്ടായിരുന്നു. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ നൂൽ നൂൽക്കുകയാണ്. നീ ചെയ്തു നോക്കുന്നോ? ഞാൻ ഇതുവരെ ഇതുപോലൊന്നും കണ്ടിട്ടേയില്ല. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. അവൾ അതിനരികിലിരുന്നു. പക്ഷെ അവൾ ആ തക്ലിയിൽ തൊട്ട ഉടൻ തന്നെ അതിന്റെ മൂർച്ചയേറിയ മുന അവളുടെ കയ്യിൽ കുത്തി. അവൾ ആഴ്ന്ന നിദ്രയിലായി. ആ വൃദ്ധ യഥാർത്ഥത്തിൽ ദുഷ്ടദേവതയായ മോദ്രയായിരുന്നു. അതേസമയം തന്നെ രാജാവും രാജ്ഞിയും ഭടന്മാരുമെല്ലാം നിദ്രയിലായി. രാജ്യമൊട്ടാകെ നിദ്രയിലാണ്ടു. കൊട്ടാരത്തിനു ചുറ്റും റോസാ ചെടികൾ വളർന്നു തുടങ്ങി. 100 വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അയൽ രാജ്യത്തു നിന്നുള്ള ഇവാൻ രാജകുമാരൻ അതുവഴി വന്നപ്പോൾ രാജകൊട്ടാരം മുഴുവൻ കുറ്റിച്ചെടികൾ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടു. അവിടെ എന്താണുള്ളതെന്നറിയാൻ ആകാംക്ഷ തോന്നിയ രാജകുമാരൻ തന്റെ വാളുകൊണ്ട് കുറ്റിച്ചെടികൾ മുഴുവൻ വെട്ടിമാറ്റി. പക്ഷേ വാള് ചെടിയെ സ്പർശിച്ച ഉടൻ തന്നെ രാജകുമാരന്റെ മുന്നിൽ ഒരു വഴി തെളിഞ്ഞു കണ്ടു. അയാൾ കൊട്ടാരത്തിനകത്ത് പ്രവേശിച്ചു. എല്ലാവരും ഉറങ്ങിക്കിടക്കുന്നത് കണ്ടു. ഓരോ മുറികളിലും കയറിയിറങ്ങി. ഒടുവിൽ കൊട്ടാര ഗോപുരത്തിലുള്ള ഒരു ചെറിയ മുറിക്കുള്ളിൽ കയറിയ രാജകുമാരൻ നിദ്രയിലാണ്ടിരിക്കുന്ന രാജകുമാരിയെ കണ്ടു. എന്തൊരഴക്! ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല. അയാൾ കുനിഞ്ഞ് അവളുടെ കവളിൽ ഉമ്മവച്ചു. അവൾ ശാപവിമുക്തയായി. റോസമണ്ട് കണ്ണു തുറന്നു. എന്താ സംഭവിച്ചത്? നിങ്ങൾ ആരാണ്? ഞാൻ ഇവാൻ രാജകുമാരനാണ്. അയൽ രാജ്യത്തു നിന്ന് വന്നതാണ്. രാജാവും രാജ്ഞിയും ഉണർന്നു നോക്കിയപ്പോൾ ഇവാനും റോസമണ്ടും നിൽക്കുന്നത് കണ്ടു. അവരുടെ മകളെ കണ്ട് അവർ അത്യധികം സന്തോഷിച്ചു. ദുർമന്ത്രവാദിനിയുടെ ശാപത്തിൽ നിന്നും നീ എന്റെ മോളെ വിമുക്തയാക്കി. പിന്നീട് രാജാവ് നടന്ന കഥകളെല്ലാം രാജകുമാരനോട് പറഞ്ഞു. യഥാർത്ഥ സ്നേഹമുള്ള ഒരു രാജകുമാരന് മാത്രമേ നിന്നെ ശാപവിമുക്തയാക്കാൻ കഴിയൂ. പ്രിയപ്പെട്ട റോസമണ്ട്, നീ യഥാർത്ഥ സ്നേഹം അറിഞ്ഞിരിക്കുന്നു. രാജാവ് ഇവാന് നന്ദി പറഞ്ഞു. ഉടനെ തന്നെ റോസമണ്ടും ഇവാനും തമ്മിലുള്ള വിവാഹം നടന്നു. എല്ലാ ദേവതകളും അവരെ അനുഗ്രഹിക്കാനെത്തി. രാജ്യത്ത് വീണ്ടും ഒരു വിരുന്ന് സൽക്കാരത്തിൽ എല്ലാവരും ആഹ്ലാദത്തോടെ പങ്കെടുത്തു. ഏത് വസ്തു കൊണ്ടാണ് രാജകുമാരിയുടെ വിരലിൽ കുത്തപ്പെട്ടത്? കമ്പി, സൂചി, കത്തി, കമ്പ്. സൂചി ശരി ഉത്തരമാണ്.